അപ്പം ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? സ്റ്റഡി ഓഫ് അസോസിയേഷൻ ഓഫ് എ സൊല്യൂട്ട് ഇൻ എ സോൾവെൻറ്റ്. അപ്പം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ രണ്ട് സോൾവെൻ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ രണ്ട് സോൾവെൻ്റ് ഉണ്ട്. നമ്മളൊരു ഒരു ബോട്ടിലെടുത്തു എന്ന് വിചാരിക്കൂ. രണ്ട് സോൾവെൻ്റ് ഉണ്ട്, ഇതുപോലുള്ളൊരു ബോട്ടിലെടുത്തു. നമ്മൾ രണ്ട് സോൾവെൻ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്, അത് പാർഷ്യലി ഇമ്മിസിബിളാണ്. ഇതിലേക്ക് എ എന്നുള്ള സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, എ എന്നുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പം ഇത് സോൾവെൻറ്റ് 1 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇത് സോൾവെൻറ്റ് 2 ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. അപ്പോൾ എ ഇതിൽ കുറച്ച് എന്താകും? സൊല്യൂബിൾ ആകും. ബട്ട് ഇതിന് എന്താകും? അസോസിയേഷൻ നടക്കും. എന്ത് നടക്കാം? അസോസിയേഷൻ. തിരിച്ചും ആവാട്ടോ, അസോസിയേഷൻ നടക്കുക. അപ്പം സാധാരണ നമ്മൾ എടുക്കുന്ന ഈ സോൾവെൻറ്റിൽ ഒന്ന് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പോൾ വാട്ടറിൽ ഒട്ടുമിക്ക സൊല്യൂട്ടുകളും സോൾവെൻ്റ് ആയിരിക്കും. സോ വാട്ടറിനെ നമ്മൾ എപ്പോഴും ടേക്ക് ഇറ്റ് ആസ് 1. ഓക്കെ, ദെൻ രണ്ടാമത് എടുക്കുന്ന സോൾവെൻ്റ് ഒരു ഓർഗാനിക് സോൾവെൻ്റ് ആയിരിക്കും. അതിൽ ഈ സൊല്യൂട്ടുകൾ ചിലപ്പം സൊല്യൂബിൾ ആയിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അസോസിയേഷൻ വരാം, അല്ലെങ്കിൽ ഡിസോസിയേഷൻ വരാം, ഒക്കെ വരാം. അപ്പോൾ ഇവിടുത്തെ കേസ് നമ്മൾ നോക്കുന്നത് അസോസിയേഷൻ്റെ കേസാണ്. സോ എയിൽ ഇത് കംപ്ലീറ്റ് സൊല്യൂബിൾ ആകുന്നുണ്ടാവും. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോൾവെൻറ്റ് 2 ഇത് മോർ ഓർ ലെസ് എന്താണ്? അസോസിയേഷൻ ആയിരിക്കും ഇതിന് സംഭവിക്കുന്നുണ്ടാവുക. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടാണ്. അപ്പോൾ സോൾവെൻറ്റ് 1 എ ഉണ്ട്, അതുപോലെ സോൾവെൻറ്റ് 2 എ ഉണ്ട്. പക്ഷേ ഇവിടെ അസോസിയേഷനും ഉണ്ടാകും, അതുപോലെ തന്നെ അസോസിയേറ്റ് ചെയ്യാത്ത മോളിക്യൂൾസും സോൾവെൻറ്റ് 2 എക്സിസ്റ്റ് ചെയ്യും. സോ അസോസിയേറ്റ് ചെയ്യുമ്പം ഇതെന്തായിരിക്കും? ലാർജർ മോളിക്യൂൾസ് ആയിട്ട് മാറും. ഓക്കെ, ഡ്യൂറിങ് അസോസിയേഷൻ the solute molecules becomes larger molecules, and in this case we represents the concentration as C1 in solvent 1 and C2 in solvent 2. ഓക്കെ, ഇനി സോൾവെൻറ്റ് 2 ഞാൻ പറഞ്ഞു, സോൾവെൻറ്റ് 2 അസോസിയേഷനാണ്. അപ്പോൾ അസോസിയേഷൻ നടന്നിട്ട് അതെന്തായി മാറി? ലാർജർ മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് ഈ സോൾവെൻറ്റ് 2 എപ്പോഴും എന്തായിരിക്കും? സിംഗിൾ മോളിക്യൂൾസും, അതായത് അസോസിയേറ്റ് ചെയ്യാത്ത മോളിക്യൂൾസും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മോളിക്യൂൾസും എന്തായിരിക്കും? ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. എങ്ങനെയായിരിക്കും? ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദാറ്റ് ഈസ് സിംഗിൾ മോളിക്യൂൾസിനെ നമ്മൾ NA എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അസോസിയേറ്റഡ് മോളിക്യൂൾസിനെ AN എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ഓൾവേസ് ഹാവ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ സിംഗിൾ ആൻഡ് അസോസിയേറ്റഡ് മോളിക്യൂൾസ്, ആൻഡ് ഇറ്റ് ഈസ് represented like this, Na reversibly giving AN. AN is the associated molecules and Na is the single molecules. And ഇവർ എപ്പോഴും ഒരു ഇക്വിലിബ്രിയം ഉണ്ടല്ലേ, സോ ദേ ഹാവ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. സോ Kc ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് AN ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A ഇൻറ്റു റേസ് ടു N. എന്തായിരുന്നു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി. ഇതെല്ലാവർക്കും അറിയും, നിങ്ങൾ കൈനറ്റിക്സിൽ പഠിച്ചിട്ടുമുണ്ട്, അറിയാം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു N ഈസ് ഈക്വൽ ടു 1/Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് AN. ഓർ ഈ Nനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പം വി ഗോട്ട് nth റൂട്ട് ഓഫ് 1/Kc ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് AN. ഓർ ഈ ഒരു ടേം എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു nth റൂട്ട് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് AN അല്ലേ. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി അസോസിയേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ANനെ നമുക്ക് എന്താക്കി എഴുതാം? C2 ആയിട്ട് എഴുതാം. നമ്മൾ C1 എന്ന് കാണിച്ച പോലെ C2 എന്ന് കാണിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ സിംഗിൾ മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ലായിരുന്നു? അസോസിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ. അപ്പം കുറേ കഴിയുമ്പോൾ ഈ സിംഗിൾ മോളിക്യൂൾസ് എല്ലാം എന്താകും? കംപ്ലീറ്റ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ സിൻസ് ദാറ്റ് ടൈം വി ക്യാൻ കൺവേർട്ട് AN ഇൻറ്റു C2. ഓക്കെ, സോ അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഈ ANന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? C2 യൂസ് ചെയ്യാം. സോ കോൺസെൻട്രേഷൻ ഓഫ് A ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു nth റൂട്ട് ഓഫ് C2 അല്ലേ. ഇനി നമുക്ക് എന്ത് കൊടുക്കാം? നൗ വി ക്യാൻ യൂസ് distribution law. Now we can use
ഡിസ്ട്രിബ്യൂഷൻ ലോ എന്താണ്, C1/C2 ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണല്ലേ. അപ്പോൾ നമ്മൾ C2ലേക്ക് എത്തിച്ചു. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ എഴുതുന്നു, C1 concentration of A is equal to a constant, or instead of A we can substitute this. So C1 divided by nth root of C2 is equal to a constant. അപ്പം അസോസിയേഷൻ്റെ കേസിൽ നമ്മളെ ഇക്വേഷൻ, അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, C1/C2 ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയായി മാറും, C1/nth root of C2 is equal to a constant, ഇങ്ങനെയാകും. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻ തന്നെ മതി, ഇതിൽ കൂടുതൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് മിസ് അത് തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് ബെൻസോയിക് ആസിഡ് ഇൻ വാട്ടർ ആൻഡ് ബെൻസീൻ സിസ്റ്റം. രണ്ട് സോൾവെൻറ്റ്, ഇത് സോൾവെൻറ്റ് 1 ആണ്, ഇത് സോൾവെൻറ്റ് 2 ആണ്. ഇത് ഒരു ബോട്ടിൽ നമ്മളെടുക്കും. അപ്പോൾ ഒരിക്കലും വാട്ടർ ബെൻസീനോ വാട്ടറിലോ സോല്യബിൾ ആകത്തില്ല. ഇത് ഇമ്മിസിബിൾ സൊല്യൂഷനായിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതിലോട്ടേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും, ബെൻസോയിക് ആസിഡ് ആഡ് ചെയ്യും. അപ്പോൾ ബെൻസോയിക് ആസിഡ് ബെൻസീൽ എന്താണ്, സോല്യബിൾ ആണ്. ബെൻസോയിക് ആസിഡ് എന്താണ്, ബെൻസോയിക് ആസിഡ് ഓക്കെ ഷെയ്ക്ക് ചെയ്യുമ്പം അതവിടെ നിൽക്കട്ടെ. ബെൻസോയിക് ആസിഡ് എന്താണ്, ഒരു മീഡിയയിൽ, എൻ്റെ ഒരു ഡൗട്ടാണ്, ബെൻസോയിക് ആസിഡ് ബെൻസീനിൽ സോല്യബിളാണ്, വാട്ടറിൽ ഇൻസോല്യബിളാണ്. അപ്പോൾ വാട്ടറിൽ അസോസിയേറ്റ് ചെയ്തെടുക്കാൻ ടൈം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എക്സ്പെരിമെൻറ്റ് മിസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ നിങ്ങളിപ്പോൾ ഇങ്ങനെ പഠിക്കൂ കേട്ടോ. അപ്പം ഓക്കെ, അപ്പോൾ ഈ ബെൻസോയിക് ആസിഡ് ഇൻ വാട്ടർ ആൻഡ് ബെൻസീൻ സിസ്റ്റത്തിൽ ബെൻസോയിക് ആസിഡിൻ്റെ അസോസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്, C1/C2 nth root of C2 is equal to a constant ആണ്. In the case of benzoic acid, N is equal to 2. In the case of benzoic acid, N is equal to 2 because benzoic acid is existed as dimer in benzene. ഇപ്പം ഡൗട്ട് ക്ലിയർ ആയിട്ടോ. ബെൻസീനിൽ അത് ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, നോട്ട് ഇൻ വാട്ടർ. അപ്പോൾ ബെൻസീനിൽ അതെന്താണ്, ഡൈമർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ N is equal to എന്താണ്, 2. ഡൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C6H5COOH, ഇതാണ് ബെൻസീൻ. ഇതിൻ്റെ 2 മോളിക്യൂൾ ഒരേ സമയം കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ ഡൈമർ എന്ന് പറയുന്നത്. 3 മോളിക്യൂൾ ആണെങ്കിൽ ട്രൈമർ, 4 മോളിക്യൂളാണ് കമ്പൈൻ ചെയ്ത് നിൽക്കുന്നതെങ്കിൽ ടെട്രാമർ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബെൻസീനിൽ ഡൈമർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ N എന്ന് പറയുന്നത് N is equal to 2 ആയിരിക്കും. ഓക്കെ, യെസ്.